ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇൻസ്പയർഡ് സോൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹിപ്നോസിസിനെ കുറിച്ചാണ്. എന്താണ് ഹിപ്നോസിസ്? നമുക്ക് പല ഇൻഫർമേഷൻസും പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടാറുണ്ട് ഹിപ്നോസിസിനെ കുറിച്ച്. ഹിപ്നോസിസ് ചെയ്യുന്ന ആളുകൾ പലപ്പോഴും സജസ്റ്റബിലിറ്റി ഉള്ള ആളുകളിലാണ് ഹിപ്നോട്ടിസം ചെയ്യുക എന്ന് പറയപ്പെടുന്നുണ്ട്. എന്താണ് അപ്പോൾ ഈ ഹിപ്നോസിസ്? ഹിപ്നോസിസ് രണ്ട് തരത്തിലുണ്ട്: സെൽഫ് ഹിപ്നോസിസ് അല്ലെങ്കിൽ ഹിപ്നോസിസ്. ഓക്കെ, ഇതിന് ചെറിയൊരു ഹിസ്റ്ററി പറയാം. അതായത് മെസ്മർ എന്ന് പറയുന്ന ഒരാൾ ആണ് ഇത് കണ്ടുപിടിച്ചത്. അതിൻ്റെ മെസ്മറിസം എന്നാണ് ഇത് മുന്നേ അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം ഒരു അയൺ ദണ്ട് ഉപയോഗിച്ച് തൻ്റെ അടുത്ത് വരുന്ന ആളുകളിൽ ഇദ്ദേഹം ഇത് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ഈ അയൺ ദണ്ടിന് മറ്റ് ഗ്രഹങ്ങളുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്നുള്ള രീതിയിൽ അദ്ദേഹം അതിനെ കണക്ട് ചെയ്തിട്ട് അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ ക്രിയേറ്റ് ചെയ്ത് അവരെ ഇതിലേക്ക് നയിക്കുകയായിരുന്നു. അതാണ് ഇതിൻ്റെ ഒരു ഹിപ്നോസിസിൻ്റെ ആൻഷ്യൻ്റ് ഫോം എന്ന് പറയുന്നത്. മെസ്മർ കണ്ടുപിടിച്ച മെസ്മറിസമാണ് ഇതിൻ്റെ ഒരു ആൻഷ്യൻ്റ് ഫോം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഹിപ്നോസിസ് ഇന്നും പ്രാക്ടീസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഭയക്കുന്ന ഒരു കാര്യമാണ് അയാൾ നമ്മളെ ഹിപ്നോട്ടൈസ് ചെയ്യോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എന്താണ് ഈ ഹിപ്നോട്ടിസത്തിൽ ശരിക്കും നടക്കുന്നത്? അക്കോർഡിംഗ് ടു സിഗ്മണ്ട് ഫ്രോയിഡ്, ഇപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ മനസ്സിനെ കോൺഷ്യസ്, പ്രീ കോൺഷ്യസ്, അൺകോൺഷ്യസ് എന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പലപ്പോഴും അവെയറല്ല. നമ്മുടെ കോൺഷ്യസിൽ എന്താണ് നടക്കുന്നത്, ആ പ്രസൻറ്റിനെ കുറിച്ചാണ് നമ്മളിപ്പോഴും അവെയറായിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ കുറച്ച് കോൺഫ്ലിക്ട്സ് കിടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് വഴിയായിട്ടാണ് നമ്മിൽ മാറ്റം വരുത്താനായിട്ട് സാധിക്കുക. അപ്പോൾ ഒരു ഹിപ്നോസിസ് നടത്തുന്ന വഴിയായിട്ട് ഒരു അൺകോൺഷ്യസ് മൈൻഡിലേക്ക് പോകാൻ പറ്റും എന്ന ഹിപ്നോ തെറാപ്പിസ്റ്റുകളുണ്ട്, അല്ലാത്തവരുണ്ട്, അങ്ങനെയുണ്ട്. അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന വീഡിയോയിൽ ചില സ്പോയിലേഴ്സ് ഉണ്ടാകാം. അത് ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായി അതുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ അത് വെച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ ഹിപ്നോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സജസ്റ്റബിലിറ്റി ഉള്ള ഒരു വ്യക്തിയിലാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. ഇപ്പോൾ ഞാനൊരു പാട്ട് പാടുകയാണ്. ഫോർ എക്സാമ്പിൾ ഒരു ചെറിയ പാട്ട്: തുമ്പീവ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായൂഞ്ഞാലിടാൻ. ഓക്കെ, ഞാനൊരു വരി മാത്രം മൂളിയിട്ടുള്ളൂ. ഈ വരി മൂളിയപ്പോൾ തന്നെ നമ്മൾ ആ ഒരു മിഡിൽ ഏജ് കാലഘട്ടത്തിലേക്ക് പോയി. ആ സിനിമയുടെ ആ ഒരു സമയത്തേക്കും ആ സിനിമയുടെ സീനറിയിലേക്കും അങ്ങനെയുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നു. നമുക്ക് ചുറ്റുമുള്ള ഒരു ലോകമെന്ന് പറയുന്നത് ഒരു സജസ്റ്റബിലിറ്റീസിൻ്റെ ലോകമാണ്. ഇപ്പോൾ നമ്മൾ അഡ്വർടൈസിങ് വേൾഡിലേക്ക് പോകണം, അല്ലെങ്കിൽ മീഡിയ വേൾഡിലേക്ക് പോവുകയാണ്. അവർ പറയുന്ന പല കാര്യങ്ങളും നമ്മിൽ ഒരു ഹിപ്നോസിസ് നടത്തുന്നുണ്ട്. നമ്മുടെ മൈൻഡിൻ്റെ ഒരു ടെൻഡൻസിയാണ് ടു ബി ഹിപ്നോട്ടൈസ്ഡ് ആവുക എന്നുള്ളത് നമ്മുടെ മനസ്സിൻ്റെ തന്നെ ടെൻഡൻസിയാണ്. അപ്പോൾ ഈ ലോകത്ത് സജഷൻസ് നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മൾ തന്നെ ഹിപ്നോട്ടൈസ് ചെയ്യുന്നു. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഫ്രണ്ട് ഉണ്ട്. ഓക്കെ, അവനിപ്പോഴും അവനോട് തന്നെ പറയും യു ക്യാൻ എന്ന്. അങ്ങനെ അവൻ അത് പറയുന്നത് വഴിയായിട്ട് പിന്നീട് അവൻ്റെ ലൈഫിൽ അത് സംഭവിക്കുന്നത് തന്നെയായിട്ട് കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ സെൽഫ് സജഷൻസ് നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ആവശ്യമാണ് ഇത് കാണുന്നത്. അതിലൂടെ അയാൾ ചെയ്യുന്നത് സെൽഫ് ഹിപ്നോസിസ് ആണ്. ഇപ്പോൾ പണ്ടല്ല ഇപ്പോഴും ഈ നോർത്ത് ഇന്ത്യയിൽ നിന്നും മറ്റുമൊക്കെ കുറേ തൊഴിലാളികൾ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ പലപ്പോഴും അവരതിനെ കട എന്നാണ് വിളിക്കുന്നത്. ആ ഒരു ഇടിവള ഇട്ടിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരിക്കൽ ഹിന്ദിയിൽ ഒരു തൊഴിലാളിയോട് ചോദിച്ചു, ഇത് എന്തിനാണ് നിങ്ങളിതിങ്ങനെ ധരിക്കുന്നതെന്ന് ചോദിച്ചു. നമ്മൾ മലയാളികളും ധരിക്കുന്നുണ്ട്, എന്തിനാണ് ഇത് ധരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, ഇത് ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ശക്തിമാനാവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു എന്ന് അയാൾ പറഞ്ഞു. ശരിക്കും അയാളൊരു ശക്തിമാനല്ല, പക്ഷേ ഈ ഇടുന്നത് വഴി എനിക്ക് ശക്തി വരുന്നു എന്നുള്ള സജഷൻ അയാളുടെ മനസ്സിന് കൊടുത്തു വെച്ചതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഹിപ്നോട്ടൈസ്ഡ് ആവുന്നില്ലേ? നമ്മളെ തന്നെ ഹിപ്നോട്ടൈസർ ആകുന്നു, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള സജഷൻസ് വഴിയും നമ്മൾ ഹിപ്നോട്ടൈസ്ഡ് ആകുന്നു. ഇപ്പോൾ ഞാനൊരു വാക്ക് പറയുകയാണ്, അമ്മ എന്നൊരു വാക്ക് പറയുമ്പോൾ പല ക്വാളിറ്റീസ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നു. അത് കെയറിങ്ങിൻ്റേതായിരിക്കാം, അഫക്ഷൻ്റേതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ സ്നേഹത്തോടെയുള്ള ഒരു നോട്ടമായിരിക്കാം. അങ്ങനെ പല ഇമേജുകളാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ എന്ത് പറയുമ്പോഴും അത് നമ്മുടെ മനസ്സിൽ ഫോം ചെയ്യപ്പെടുകയാണ്, സജഷൻസ് തരുന്നത് പോലെയാണ്. നമ്മളറിയാതെ തന്നെ നമ്മൾ ഹിപ്നോട്ടൈസ്ഡ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ നമുക്ക് കാണാം, ഒരു മമ്മൂട്ടിയുടെ ഒരു സിനിമയുണ്ട്, പുള്ളിക്കാരൻ സ്റ്റാറ എന്നുള്ള സിനിമയിൽ മമ്മൂട്ടി
കുട്ടി ഒരു സ്കൂളിൻ്റെ അകത്തേക്ക് കടന്നു ചെല്ലുക, ക്ലാസ് മുറിയിലേക്ക് കടന്നു ചെല്ലുകയും കുട്ടികളോട് പറയുകയാണ്, നിങ്ങൾ ഈ പോയം ബൈ ഹാർട്ട് പഠിക്കുന്നതോടൊപ്പം തന്നെ സിനിമാ നടൻ മോഹൻലാലിനെ കുറിച്ച് നിങ്ങൾ ഓർക്കരുത് എന്ന് പറയും. അപ്പോൾ അവരുടെ മനസ്സിലേക്ക് വരുന്നത് മൊത്തം മോഹൻലാലിനെ കുറിച്ചുള്ള ഇമേജുകളായിരിക്കും. മോഹൻലാൽ അഭിനയിച്ച സിനിമകൾ, മോഹൻലാലിൻ്റെ ഡയലോഗുകൾ, മൊത്തം ആ ഒരു ഓർമ്മയായിരിക്കും കടന്നു വരിക. അപ്പം നമ്മൾ പറയുന്ന സജഷൻസ് ഒരു വേർഡ് പവർ വഴിയായിട്ടാണ് നമുക്ക് ഹിപ്നോട്ടിസം പലപ്പോഴും സംഭവിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ചുറ്റും ഹിപ്നോസിസ് നടക്കുന്നുണ്ടോ? പലരും നമ്മളെ ഇപ്പോൾ മെൻ്റലിസം പോലെയുള്ള ട്രിക്കുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിലും ഹിപ്നോസിസം ഒരു ഭാഗമാണോ? അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥന അല്ലെങ്കിൽ മെഡിറ്റേഷൻ അത് ഒരു സെൽഫ് ഹിപ്നോസിസ് ആണോ എന്നീ കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. താങ്ക് യു ഡിയർ ഫ്രണ്ട്സ്.